നാടിനെ ഞെട്ടിച്ച ഭാസ്കര കാരണവർ കൊലക്കേസിലെ പ്രതി ഷെറിന് ശിക്ഷാ ഇളവ്. ജീവപര്യന്തം ശിക്ഷാ കാലാവധിയായ 14 വർഷം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ശിക്ഷാ ഇളവിനുള്ള ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചത്. 2009-ലാണ് ഭർത്താവിന്റെ അച്ഛനായ ഭാസ്കര കാരണവരെ കൊന്ന കേസിൽ ഷെറിൻ പിടിയിലാണ്. ചെങ്ങന്നൂര് ഭാസ്കർ കാരണവർ കേസിലെ പ്രതി ഷെറിൻ ജയിൽ മോചിതനാകുന്നു. 14 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. പലർക്കും ഒരു തോന്നലുണ്ട് ഈ ജീവപര്യന്തം എന്ന് പറഞ്ഞത് മരണം വരെ ജയിലിൽ കിടക്കുക. അല്ല, 14 വർഷമാണ് ജീവപര്യന്തം എന്ന് പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് കഷായം ഗ്രീഷ്മ പറഞ്ഞത് ഏറി വന്ന 14 വർഷം. അപ്പോൾ എനിക്ക് 38 വയസ്സ്. അപ്പോൾ ജീവപര്യന്തം കണക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മ. പക്ഷെ തൂക്കുകയർ പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴും ഒരുപാട് നിരപരാധികൾ ജയിലിറക്കുള്ളിലാണ്. എന്നിട്ടും ഇതുപോലുള്ള ആളുകൾ ഇറങ്ങുമ്പോൾ എന്ത് പറയാൻ, വീണ്ടും ജയിൽ മോചനാവുമ്പോൾ വീണ്ടും ക്രൈം ചെയ്യാനുള്ള പ്രചോദനം കൂടിയാണ്. നമുക്കറിയാം ചെന്താമരയുടെ കേസ് 5 വർഷക്കാലം മുൻപ് സജിത എന്നുള്ള ഒരു ലേഡിയെ കൊന്നു. അതിനുശേഷം 5 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി അവരുടെ ഭർത്താവിനെയും അമ്മയും കൊന്നു ജയിൽവാസത്തിന്റെ സുഖം കൊണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഷെറിൻ എന്ന പ്രതി 14 വർഷങ്ങൾക്ക് ശേഷമാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നു എന്ന്. അല്ല, ഓരോ വർഷത്തിൽ 6 മാസം കൂടുമ്പോൾ 13 ദിവസം ഷെറിന് പരോളുണ്ട്. ശരിക്കും ചാച്ചി നന്നായി സുഖിച്ചു മക്കളെ. പിന്നെ മന്ത്രിസഭയുടെ ശുപാർശക്ക് അംഗീകരിക്കണം. കാരണം അത്ലറ്റിക് മെഡലൊക്കെ ആയിട്ടാണല്ലോ പുള്ളിക്കാരി വരുന്നത്. ഷെറിൻ 14 വർഷം VIP കാറ്റഗറിയിൽ ജീവിച്ചിരുന്നു. പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിൽ കുറ്റവാളികൾ പെരുകാതിരിക്കുക? ഈ ജാതി പോക്കല്ലേ. കഷായം ഗ്രീഷ്മ ഈ വാർത്ത കേട്ടാൽ ചെറുതായിട്ടെങ്കിലും സന്തോഷിക്കാതിരിക്കുന്നില്ല. കാരണം അപ്പീലാണെങ്കിൽ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ കുറ്റവാളികൾക്ക് ഇപ്പോൾ രാജയോഗമാണ്.